ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി കുറച്ചു നാള് വീട്ടിലിരിക്കെ. അപ്പോ ഒരാളെയും വകവയ്ക്കാത്ത ഈ കാലഹരണപ്പെട്ട സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ. അതെ, ചായക്കച്ചവടം ചെയ്യുന്ന സ്ത്രീ നിയമം പറയുന്നുവെന്ന് പറഞ്ഞ് അമ്മയെ ആക്ഷേപിച്ചത് നിങ്ങളാണ്. ഒരു സ്ത്രീയെ പൊതുസമൂഹത്തിന് മുന്നിൽ വെച്ച് അപമാനിക്കാൻ ശ്രമിച്ച ആ കേസ് എവിടം വരെ പോവെന്ന് ബഹുമാനപ്പെട്ട ബ്ലോക്ക് ഓഫീസർക്ക് നിശ്ചയമുണ്ടോ? എന്താ ഭയപ്പെടുത്തുകയാണോ? ജീവിതകാലം മുഴുവൻ ഞാൻ ആ കസേരയിൽ ഇരുന്നോളന്നേ. ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യും. അതിപ്പോ മുന്നേ എന്ന് സംസാരിക്കുന്നതേ മജിസ്ട്രേറ്റ് ആണോ കളക്ടറാണെന്നൊന്നും എനിക്ക് പ്രശ്നമില്ല. ഒരിക്കലും ഞാൻ ആ കസേരയിൽ ഇരിക്കുമ്പോ സത്യഭാമയ്ക്ക് ലോണ് കൊടുക്കില്ല. ഇനി ഞാൻ അറിയാതെ ഏതെങ്കിലും വഴി ഉപയോഗിച്ച് കൊടുക്കാൻ ശ്രമിച്ചാൽ എന്റെ പിടിപാട് വെച്ച് ഞാനതങ്ങ് തടയും. ഇപ്പൊ ശാരദയ്ക്ക് പാസ്സായ ഈ ലോണ് വരെ ഞാൻ അങ്ങ് റദ്ദാക്കുകയും ചെയ്യും. വാശിയുടെ കാര്യത്തിലേ ഞാനൊരല്പം പെശക. അതെന്നെ അടുത്തറിയാവുന്നവർക്ക് നന്നായി അറിയാം. ബ്ലോക്ക് ഓഫീസറും കളക്ടറും അത്ര അടുത്തല്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് നിങ്ങളെ അങ്ങ് അടുത്തറിയാൻ സാധിക്കാത്തത്. എങ്കിലും എന്നെ മനസ്സിലായി കാണുമല്ലോ. ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണു. നിങ്ങൾ മുൻപ് പറഞ്ഞ ഈ ചായക്കടക്കാരിയുടെ മകൾ. എന്റെ എളിയ പിടിപാടിൽ ഒരു ചെറിയ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് അനുവദിച്ച ലോണ് സത്യഭാമയ്ക്ക് കൊടുക്കാനായി ഓർഡർ ആക്കിയിട്ടുണ്ട്. ഈ നിങ്ങളുടെ തലയ്ക്ക് മുകളിലും ഓഫീസർമാരുണ്ടല്ലോ സാറേ. ആ ദാ ആ ഓർഡറും കൊണ്ടാ ദാ ആ കാറിപ്പോ വരുന്നത്. മാഡം, ഇതൊന്ന് വായിച്ചു നോക്ക്. നിങ്ങള് ആ കസേരയിൽ ഇരുന്നാലല്ലേ ഇത് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആ കസേരയിൽ നാളെ മുതല് ഞാൻ മറ്റൊരാളെ പ്രതിഷ്ഠിച്ചു. മാഡം, ഒരു ചായക്കടക്കാരിയുടെ മകള് ഇങ്ങനെയെങ്കിലും ചെയ്ത് എന്റെ മനസ്സിനെ ഒന്ന് തൃപ്തിപ്പെടുത്തണ്ടേ? അപമാനം, അതാണ് ഒരു ശരാശരി മനുഷ്യന് ഒട്ടും സഹിക്കാനാവാത്തത്. നിങ്ങളുടെ വാക്കുകളിൽ കണ്ടതും ഞാനതാ. ഇനി കുറച്ചു നാള് വീട്ടിലിരിക്കെ. അപ്പോ ഒരാളെയും വകവയ്ക്കാത്ത ഈ കാലഹരണപ്പെട്ട സ്വഭാവത്തിന് ഒരു മാറ്റം ഉണ്ടാവുമെങ്കിൽ ഉണ്ടാവട്ടെ. അതെ, ചായ കുടിച്ചതിന്റെ കാശ് അത് കൊടുത്തിട്ട് പോണം സാറേ. സാറിന്റെ ഭാഷയിൽ പറഞ്ഞ അന്തിപ്പിച്ചക്കാരി. ഇതുകൊണ്ടൊക്കെയാ ജീവിക്കുന്നത്. മോളെ, മോളെ, അയാൾ എന്തെങ്കിലും? ഒന്നുമില്ലമ്മേ. ഒരിടത്തു നിന്നും ഇതുപോലൊരു തിരിച്ചടി ആൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ഇനിയാള് നന്നായിക്കോളും. അമ്മയേക്കാൾ ഇപ്പോ ലോണിനാവശ്യം സത്യാമ്മയ്ക്ക.
മാധവേട്ടാ ദാ. ഇത് ഞാൻ ചോദിച്ചിട്ടേ 1 മണിക്കൂറായി. ഇപ്പോഴാണ് കൊണ്ടുവരാൻ നേരമായത്. അതെ, നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്നതുപോലെയുള്ള സൗകര്യങ്ങളൊന്നും ഇവിടെ കിട്ടില്ല. ഓ, അവിടെ എന്തു പറഞ്ഞാലും ആ സമയത്ത് കൊണ്ടുവരാൻ ആളും ഉണ്ടായിരുന്നു. ഇവിടെ അങ്ങനെ ആളെ നിർത്തി ചെയ്യിക്കാനുള്ള വരുമാനമൊന്നും നമുക്കില്ല. കഴിഞ്ഞു പോകാനുള്ള വക നമ്മൾ തന്നെ തേടേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഞാനാന്ന് ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചേ. ദേ, ആര് വരുത്തിയെങ്കിലും ഇനി സംഭവിച്ച കാര്യങ്ങൾ ഓർത്ത് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. ഓ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ വേണമെന്ന് ചിന്തിച്ച് കാര്യങ്ങൾ അങ്ങ് നീക്കുക. അതേ ഒരു മാർഗമുള്ളൂ. അപ്പൊ ഞാൻ ഇടയ്ക്കിടെ കുടിക്കുന്ന കാപ്പിയും ചായയും ഇനി ചോദിക്കരുതെന്ന് അർത്ഥം അല്ലേ? അല്ല, എനിക്ക് 2 കൈയേ ഉള്ളുന്ന്. എടുത്തു തരാനേ അല്പ സ്വല്പം താമസം ഉണ്ടാവുന്ന പറഞ്ഞത്. അവിടെ ഒരു താമസം. സത്യാമ്മേ, ആ രണ്ടുപേരും കൂടി എന്തോ തർക്കത്തിലാണെന്ന് തോന്നുന്നു. തർക്കമൊന്നുമില്ല. പഴയ വീട്ടിൽ താമസിച്ചപ്പോ ചോദിച്ചതുപോലെ അപ്പൊ ചായ ചോദിച്ചാ ആകപ്പാടെ 2 കൈയേ ഉള്ളൂന്ന് അങ്ങ് പറയുമായിരുന്നു. വീട് നിറയെ വേലക്കാരെയും കൊണ്ട് കഴിഞ്ഞതുപോലുള്ള സൗകര്യം ഇനിയും ഉണ്ടാവില്ലെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ മോളെ? കാര്യങ്ങള് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോയാ പിന്നെ തർക്കത്തിന്റെ കാര്യങ്ങൾ വരുന്നില്ലല്ലോ. അല്ല മോളെ, ഇതെന്താ ഈ പാത്രമൊക്കെ ആയിട്ട്? എന്തോ ചെറിയൊരു കോളുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ ഉണ്ട്, ബിരിയാണിയാ. ഇന്ന് എന്നെ കാണാൻ ചെറുക്കനും കൂട്ടുകാരും വന്നതിന്റെ ആഘോഷമായിരുന്നു വീട്ടില്. എനിക്കാണെങ്കി ഇപ്പൊ തന്നെ ഒരു കല്യാണം വേണ്ടെന്നാ. പഠിത്തമൊക്കെ കഴിഞ്ഞ് സ്വന്തം കാലിൽ നിക്കാറാകുമ്പോ മതിന്നാ. പക്ഷെ വീട്ടുകാര് സമ്മതിക്കണ്ടേ? ബാപ്പച്ചയാണെങ്കി ഒട്ടും സമ്മതിക്കണില്ല. എന്നെ കല്യാണം കഴിപ്പിച്ച് അടങ്ങുന്ന. ദാ സത്യമേ. ഓ, അപ്പൊ അതിന്റെ ചടങ്ങിനായി കൊണ്ടുവന്ന ബിരിയാണിയല്ലേ? ആ അതെ. പക്ഷെ എനിക്കിതൊന്നും ഇഷ്ടല്ല. എനിക്ക് നിങ്ങളുടെയൊക്കെ കല്യാണം കൂടുന്നതാ കൂടുതൽ ഇഷ്ടം. നല്ല വാഴയിലയിൽ ഇഞ്ചിക്കറിയും മാങ്ങാക്കറിയും പുളിശ്ശേരിയും സാമ്പാറും ഒക്കെ ഇട്ട് കുഴച്ച് ഒരു പിടി ചോറുണ്ട. ആഹാ, അത് മതി. പിന്നെ എനിക്കിഷ്ടം പായസം കുടിക്കുന്നതാ. അതിങ്ങനെ ഇലയിൽ പപ്പടമൊക്കെ ഇട്ട് കുഴച്ച്. ഇനി സത്യാമ്മയ്ക്ക് എവിടെയെങ്കിലും കല്യാണം ഉണ്ടെങ്കിൽ എന്നെയും കൂടെ വിളിക്കണേ. അത് വിളിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവൾക്ക് വേണ്ടി ഒരു സദ്യ തന്നെ ഉണ്ടാക്കിയാലെന്താ? അതാണ് സത്യാമ്മ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വന്നവരൊക്കെ പോയാലേ ഒരു സ്വൈര്യം ഉണ്ടാവും. പോകുമ്പോ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ അതിന്റെ പരാതി കൂടി കേൾക്കേണ്ടി വരും. പോട്ടെ സത്യാമ്മേ. പാവം, നമ്മുടെ പ്രീതിയെ പോലെ എനിക്ക് കണ്ടിട്ട് തോന്നുന്നേ. അവൾക്ക് ആ കല്യാണത്തിൽ ഒട്ടും താല്പര്യമില്ലെന്ന് തോന്നുന്നു. നിർബന്ധം അവളുടെ ബാപ്പയ്ക്കും ഉമ്മയ്ക്കുവാ. ഇവർക്കൊന്നും ഈ പഠിപ്പിലും മറ്റും വലിയ കാര്യമൊന്നുമില്ല. എങ്ങനെങ്കിലും ഒന്ന് കെട്ടിച്ചു വിട്ടാ മതിയെന്ന. നമ്മുടെ മകൻ വിഷ്ണുവിനാണെങ്കിൽ പഠിക്കാൻ സൗകര്യം ഉണ്ടായിട്ടും മടിയായിരുന്നു. ഇവിടെ ഈ കൊച്ചിനാണെങ്കിൽ എങ്ങനെയെങ്കിലും പഠിക്കണമെന്നും.